ഇരുമുടി കണ്ടായിരുന്നു. തെലുങ്ക് പടമാണ്. അതിൻ്റെ തമിഴ് ഉള്ള, മലയാളം ഇല്ല. എല്ലാ തിയേറ്ററിലൊന്നും ഇല്ല, വളരെ ലിമിറ്റഡ് ആണ്. ഉള്ള തിയേറ്ററിൽ ആളും കുറവാണ്. രവി തേജയുടെ പടങ്ങളൊക്കെ പൊതുവെ കണ്ടിരിക്കുന്ന റോസ്റ്റിങ്ങിലാണ്. ചില നല്ല പടങ്ങൾ ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമാണ് പുള്ളിയുടെ പടം. പുള്ളിയുടെ മറ്റ് പടങ്ങളെ വെച്ച് നോക്കുമ്പം വൃത്തിക്ക് ചെയ്തിരിക്കുന്ന ഒരു പടമാണിത്. നിങ്ങൾക്ക് വാച്ചബിൾ മൂവിയാണ്. തെലുങ്ക് പ്രേക്ഷകർക്ക് ആവശ്യമായ ചെറിയ തള്ളൊക്കെ ആ പടത്തിലുണ്ട്. പിന്നെ രവി തേജ ഫാൻസ് വെൽഫെയർ അസോസിയേഷന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനിവിടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതൊക്കെ മാറ്റിവെച്ചാൽ പടത്തിൻ്റെ ഒരു 75% നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശബരിമലയാണ് ടോപ്പിക്ക്. പടത്തിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ട്രെയിലറൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. പടം വലിയ കാര്യമായിട്ടൊന്നും മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. തിയേറ്റർ റെസ്പോൺസ് ഒന്നും അങ്ങനെ. ഒരു ഓണ സമയമാണ് ഇവിടെ. പിന്നെ മലയാളം പടങ്ങളും പിന്നെ തമിഴ് സൂപ്പർ താരങ്ങളുടെ പടങ്ങളൊക്കെ ഇവിടെ കളിക്കുകയുള്ളൂ. രവി തേജയുടെ പടം ഇപ്പോൾ ഇറക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടുക. രവി തേജയുടെ ഒരു നല്ല ചിത്രം ഞാൻ കാണുന്ന ആദ്യമായിട്ട്. ഇനി വേറെ നല്ല പടങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളാരെങ്കിലും രവി തേജയുടെ പടങ്ങൾ കണ്ട ആളുകളാണോ? ഈ റോസ്റ്റിങ്ങിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. പിന്നെ അല്ലാതെ നയൻതാരയായിട്ടുള്ള ഒരു പടം അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ GV പ്രകാശാണ് അതിൻ്റെ മ്യൂസിക്. അത്യാവശ്യം ക്വാളിറ്റി വർക്കാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് സ്വാസ്തിക അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ കഥാപാത്രം ഒരു അധ്യാപികയുടെ ക്യാരക്ടറാണ്. വളരെ ടെററായിട്ടുള്ള ഒരു അധ്യാപികയാണ്. പുള്ളിയുടെ ഒരു മകളുടെ സീനുണ്ട്. മകൾ ഉറങ്ങാൻ കിടക്കുമ്പം ആ വഴി പോകുന്ന വണ്ടികളൊന്നും ഹോൺ അടിക്കാൻ പാടില്ല. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മകളുടെ ഉറക്കത്തെ ബാധിക്കും. അത് മകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ഛനെന്ന് നമ്മുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികളൊക്കെയാണ്. ഹോൺ അടിക്കാതിരിക്കുന്ന ആളെയൊക്കെ നിർത്തിയിരിക്കുക. അതൊക്കെ എൻ്റെ കോമഡി. ഇതൊക്കെ പക്ക തെലുങ്ക് പടത്തിൻ്റെ തള്ളാണ്. ഇയാളൊരു ആൽക്കഹോളിക് പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് കഥാപാത്രം രവി തേജയുടെ. പുള്ളിയുടെ ഈ മദ്യപാനം ഒന്ന് അവസാനിപ്പിച്ച് ജീവിതത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ 41 ദിവസം വ്രതം എടുത്ത് ശബരിമല പോകുന്നു. അതൊക്കെയാണ് കഥ പറഞ്ഞത്. മൊത്തമായിട്ട് റിവീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനുള്ളത് അങ്ങ് പോകും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലാക്കണം. ആ ട്രെയിലറിൻ്റെ അകത്ത് കാണിക്കുന്ന പരിപാടികളൊക്കെ തന്നെ അച്ഛൻ മകൾ ബോണ്ടിങ്. ആ മകളുടെ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിയില്ലേ, നല്ല ആക്ടിംഗ് ആണ്. പുള്ളിക്കാരത്തി ഭാവിയിൽ ഒരു നല്ല ആക്ട്രസ് ഒക്കെ ആയി വരാൻ സാധ്യതയുള്ള ആളാണ്. കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. പുള്ളി എപ്പോഴും അത് പറയുന്നുണ്ട്, ഞാൻ മറ്റ് പെൺകുട്ടികളെ കാണുന്ന എൻ്റെ മകളുടെ സ്ഥാനത്താണ്. അങ്ങനെയുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വർക്കാണ്. തമിഴിലും തെലുങ്കിലൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് പടം. അതുകൊണ്ട് അത് കുറച്ചിട്ടില്ല. ഒരു 75% മലയാളിക്ക് ദഹിക്കാവുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. 25% രവി തേജ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ തെലുങ്ക് അവർക്ക് വേണ്ടിയുള്ളതാണ്. റോസ്റ്റിംഗ് മൂവീസുമായിട്ട് ഇതൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നല്ല മൂവിയാണ്, നമുക്ക് വാച്ചബിൾ ആണ്. മകളുടെ കഥാപാത്രം എന്ത് നക്ഷത്ര അങ്ങനെ എന്തോ ആണ്. എനിക്ക് ഈ പടം കണ്ടപ്പം മാളികപ്പുറം ഉണ്ണിമുകുന്ദൻ്റെ അത് ഓർമ്മ വന്നായിരുന്നു. നമുക്ക് ശബരിമല ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ പടം ഞാൻ 2 തവണ കണ്ടതാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടില്ല മൂവിയല്ലേ ഉണ്ണിമുകുന്ദൻ്റെ. നല്ല അഭിനയമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കുമാണ്. ആ പടം അടിപൊളി മൂവിയല്ലേ ഉണ്ണിമുകുന്ദൻ്റെ അഭിനയം. പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പടം കണ്ട ഓർമ്മയൊക്കെ ഞാൻ ആ സമയത്ത് ഓർത്തെടുത്തായിരുന്നു. ഓണത്തിരക്കുകൾക്കിടയ്ക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.